ശ്രീ ഇ കെ ഭരത്ഭൂഷൺ സാർ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു യാത്രക്കാരൻ ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലെത്തിയ വിമാനത്തിലെ സൗകര്യക്കുറവുകളെക്കുറിച്ചും യാത്രക്കാരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയെക്കുറിച്ചുമൊക്കെ ഒരു വീഡിയോ ഇട്ടു. അത് ആ സമയത്ത് വലിയ വൈറലായി. ഈ ടേക്ക് ഓഫിന് മുൻപ് ഇതേ പ്രത്യേകിച്ച് ഈ ലോങ് ഡിസ്റ്റൻസ് ഇപ്പോൾ ലണ്ടനിലേക്ക് പോകുന്ന വിമാനമാണ്. എന്തൊക്കെ സുരക്ഷാ പരിശോധനകളാണ് സാർ സാധാരണ നിലയിൽ? അതിൻ്റെ ഒരു പ്രോട്ടോകോൾ എന്താണ്? എന്തൊക്കെ കാര്യങ്ങളാണ് പരിശോധിക്കപ്പെടുക? കാരണം ഒരു വിമാനം ഉയർന്നു പൊങ്ങി 32 സെക്കൻഡുകൾക്കകം അതിലെ പവർ സിസ്റ്റം ഫെയിലർ ആകണമെങ്കിൽ മതിയായ പരിശോധനകൾ കഴിഞ്ഞ് വരുമ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ ചോദിച്ചു പോകുമല്ലോ. ആദ്യമായിട്ട് ഈ ഒരു വ്യക്തി ഇട്ട വീഡിയോ ഞാനും കണ്ടിരുന്നു. അതിൽ പറയുന്നത് ഈ വിമാനത്തിൻ്റെ ഉള്ളിലെ സൗകര്യങ്ങൾ വളരെ മോശമാണ്. ടെലിവിഷൻ വർക്ക് ചെയ്യുന്നില്ല, പിന്നെ സീറ്റ്സ് റിക്ലൈൻ ചെയ്യുന്നില്ല, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. എയർ ഇന്ത്യ പ്രൈവറ്റൈസ് ചെയ്ത് ടാറ്റ ഏറ്റെടുത്തപ്പോൾ ആളുകൾക്ക് വലിയ പ്രതീക്ഷകളായിരുന്നു. ഉടനടി തന്നെ ഒരു മാറ്റം ഉണ്ടാവും, എല്ലാം വളരെ വേഗം തന്നെ. പക്ഷേ ഞാനൊരു യാത്രക്കാരൻ എന്ന നിലയിൽ എനിക്കും ഒരു ബോധ്യമായൊരു കാര്യം, ഇപ്പോഴും വിമാനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ ഒരുപാട് പോരായ്മകളുണ്ട് മറ്റ് വിമാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അത് ഞാൻ തന്നെ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. കാരണം ലോങ് ഡിസ്റ്റൻസ് പോകുന്ന ഒരാൾക്ക് സീറ്റ് ചാരാൻ കഴിയാത്ത സീറ്റുകൾ, ഒരു വിധത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റവും ഇല്ല, എല്ലാ ടി വിയും കേടായി കിടക്കുന്നു. ഇത്തരത്തിലുള്ള സ്ഥിതി ടാറ്റ നടത്തുന്ന ഒരു കമ്പനിക്ക് നമ്മൾ തീരെ പ്രതീക്ഷിക്കില്ല. പക്ഷേ അവർക്ക് പറയാനുള്ളത് ഇതിനൊക്കെ സമയമെടുക്കും. ക്യാമ്പൽ ജോൺസൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ കണ്ടിരുന്നു, CEO ഓഫ് എയർ ഇന്ത്യ. അദ്ദേഹം പറയുന്നതിന് കൂടുതൽ സമയമെടുക്കും. പിന്നെ ഞങ്ങളുടെ പുതിയ വിമാനങ്ങൾ വരുന്നുണ്ട്, അവർ ധാരാളം വിമാനങ്ങൾ പുതുതായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വരുമ്പോഴത്തേനും വളരെ വേഗം തന്നെ ഇതിലൊരു കാര്യമായ മാറ്റം വരുമെന്ന് പറഞ്ഞു. താങ്കളുടെ രണ്ടാമത്തെ ചോദ്യം, അതിലൊരു ഇലക്ട്രിക് ഫെയിലിയർ ഉണ്ടാവാൻ കാരണമെന്ന് എന്താണ് അവിടെ ഉണ്ടായതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലേക്ക് കടക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇതെന്താണ് ഉണ്ടായത്? പക്ഷേ സോഫാർ അതിൻ്റെ സ്റ്റാൻഡേർഡ് ചെക്സ് നടത്തുന്നത് DGCA അല്ല. പക്ഷേ DGCA ഡിവൈസ് ചെയ്ത് കൊടുത്ത SOP പ്രകാരം അതാത് വിമാന കമ്പനികളുടെ എൻജിനീയറിംഗ് സ്റ്റാഫാണ് ചെയ്യുന്നത്. അവർ ഫുള്ളായിട്ടുള്ള ചെക്ക് കഴിഞ്ഞിട്ട് മാത്രമേ ഒരു പ്ലെയിൻ റിലീസ് ചെയ്യുള്ളൂ. അതിൽ ഒന്നും വിട്ടുപോകാതിരിക്കാൻ വളരെ എക്സോസ്റ്റീവായിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അത് പൈലറ്റ് അത് കണ്ട് അത് ബോധ്യപ്പെട്ട് അതിനകത്ത് മാത്രമേ അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനൊന്നും വലിയൊരു പോരായ്മ നോക്കട്ടെ. വല്ല ക്വാളിറ്റി ഓഫ് ചെക്ക് വല്ലതും പോയോ, എന്തെങ്കിലും ഒരു വളരെ മെയിനായിട്ടൊരു ഫീച്ചർ അത് ഓവർലുക്ക് ചെയ്തോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷണത്തിൽ മാത്രമേ പുറത്തു വരുള്ളൂ. പക്ഷേ ഒരു സിസ്റ്റമുണ്ട്. ബഹുമാന്യായ CEO ഓഫ് അൽ ഹിന്ദ് പറഞ്ഞ പോലെ അത് വി ആർ പ്രൗഡ് ഓഫ് എ സിസ്റ്റം വിച്ച് ഈസ് ഇൻ എക്സിസ്റ്റൻസ്. ഭാഗ്യവശാൽ അത്രയധികം വലിയ ഇൻസിഡൻസ് ഒന്നും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. നമ്മുടെ മാംഗ്ലൂർ പോലത്തെ അപകടം ഉണ്ടായപ്പോഴൊക്കെ വേണ്ടത്ര നടപടികൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, അത്തരത്തിലുള്ള റിവൈവൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ. അതിലുണ്ടായ പൈലറ്റ് ടെററാണെങ്കിൽ പൈലറ്റിൻ്റെ ട്രെയിനിങ്ങിലും ഒക്കെയുള്ള വേണ്ട ഭേദഗതികൾ വരുത്തി. റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ ഞങ്ങൾ ഇൻസിസ്റ്റ് ചെയ്തു. അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ബൈ ആൻഡ് ലാർജ് അവർ സേഫ്റ്റി പ്രോട്ടോക്കോൾ അങ്ങനെ കുറ്റം പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല മറ്റ് കമ്പയർഡുമായിട്ടും. അതുമല്ല, ഇതിനൊക്കെ ഒരു ഇൻ്റർനാഷണൽ മോണിറ്ററിംഗ് ഗ്രൂപ്പുണ്ട്, ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ICAO എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, കാനഡ ബേസ്ഡ്. സോ ദർ ഈസ് എൻ ഓവർസൈറ്റ്, ദർ ആർ ജനറൽ ഗൈഡ് ലൈൻസ് ബോത്ത് ബൈ ദ manufacturers of the aircraft which has been put in the standard practices. അത് വെച്ചിട്ട് DGCA ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പോരായ്മയുണ്ടെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഭാഗത്ത് ഒരു ലാക്കുന ഉണ്ടായോ എന്ന് നോക്കി അതെന്താണെന്ന് കണ്ടുപിടിച്ച് അത് ഫ്യൂച്ചറിൽ നമുക്കൊരു പാഠമാക്കേണ്ടിയിരിക്കുന്നു. നടന്നു പോയത് അങ്ങേയറ്റം ദുഃഖം നമുക്ക് നൽകുന്നൊരു കാര്യമാണ്. പക്ഷേ ഉണ്ടായിപ്പോയി. ഇനി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഭരത്ഭൂഷൺ സാർ, സാധാരണ നിലയിൽ നമ്മൾ പറയുന്നത് ഏറ്റവും സുരക്ഷിതമായ യാത്ര എന്ന് പറയുന്നത് ഒരു ആകാശയാത്ര, വിമാനത്തിലുള്ള യാത്രയാണ് എന്നാണ്. പക്ഷേ ഏറ്റവും നിസ്സഹായരായി യാത്രക്കാർ ഇരിക്കേണ്ടി വരുന്ന യാത്ര ഏതാണെന്ന് ചോദിച്ചാൽ അതും വിമാനത്തിലുള്ള യാത്രയാണ്. കാരണം നമുക്ക് കിട്ടുന്ന സന്ദേശങ്ങൾ വിശ്വസിക്കുക, നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അതേപടി കേൾക്കുക. അങ്ങനെ യാത്രക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത, യാത്രക്കാർ അറസ്റ്റഡായി നിൽക്കുന്ന, ഞാൻ പറഞ്ഞത് ഫോർ സേഫ്റ്റി റീസൺസ് ആയി നിൽക്കുന്ന ഒരിടമാണ് വിമാനത്തിനകത്തെ ഇടമെന്ന് പറയുന്നത്. അവിടെ ഈ കഴിഞ്ഞ കാലമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ, അവർ ഉയർത്തിയിട്ടുള്ള പരാതികൾ, അവരുടെ ആശങ്കകൾ, ഈ വിമാനം റദ്ദാക്കിയാലും വിമാനത്തിലെ യാത്രയിലെ സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ യാത്രക്കാരുടെ പ്രശ്നങ്ങളും അവരുടെ പരിഭവങ്ങളും പരാതികളുമൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്ന സന്ദർഭങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴിതാ നമ്മുടെ കൺമുന്നിൽ വെച്ച് ഇങ്ങനെ 290 പേർക്ക് ഒരു ലണ്ടനിലേക്ക് പോകുന്ന ഒരു യാത്ര ബോയിങ് വിമാനത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇനി
ഈ വിമാന കമ്പനിയെ എങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിക്കുന്നവർ വരെയുണ്ട്. താങ്കൾ കണ്ടു കാണുമല്ലോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആളുകൾ പ്രതികരിക്കുന്നത്. യാത്രക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരെ വിശ്വാസത്തിലെടുക്കാനും അവർക്ക് സുരക്ഷ ഉറപ്പാക്കാനും എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ സംവിധാനത്തിൽ കൊണ്ടുവരേണ്ടത്? താങ്കളെപ്പോലുള്ള ഒരാൾ എന്തൊക്കെ കാര്യങ്ങൾ നിർദ്ദേശിക്കും? അല്ല, അത് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും പാസഞ്ചേഴ്സിന് ഇൻകൺവീനിയൻസ് ഉണ്ടാകുന്ന പ്രോപ്പറായിട്ടുള്ള അനൗൺസ്മെൻറ്റ്സ്, പിന്നെ ഫെയർ ഫ്ലക്ച്വേഷൻസ് വരുന്നത് വേണ്ടത്ര രീതിയിൽ ആളുകളെ മുൻപ് തന്നെ അറിയിക്കണം. ഫെയറിൽ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കണം. പിന്നെ ഒരു ഫ്ലൈറ്റ് ഡിസ്ലൊക്കേറ്റഡ് ആയിക്കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ വേറെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണം. ഇതൊക്കെ ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഇംപ്ലിമെൻറ്റേഷൻ പലപ്പോഴും നടക്കാറില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അത് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ സീരിയസ് ഇസ് ദ റെഗുലേറ്റർ. ഞാൻ ഈ തസ്തികയിലിരിക്കുമ്പോൾ കഴിയാവുന്നത്ര ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാം 100% അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ ഈ ഡിഫറൻഷ്യൽ പ്രൈസിങ് പോലും ഞാൻ സ്റ്റോപ്പ് ചെയ്തിരുന്നു. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ഒരു വിമാനത്തിൽ കയറി കഴിഞ്ഞാൽ എല്ലാ സീറ്റിനും വേറെ പൈസ കൊടുക്കണം. അതിൽ എക്സ്ട്രാ പൈസ കൊടുക്കാത്ത ഒരു സീറ്റും ഇല്ലാത്തൊരു സ്ഥിതിയാണ് ഇപ്പോഴും. അത് ആദ്യം തുടങ്ങിയ ഘട്ടം അന്ന് ആ ഒരു പ്രപ്പോസൽ വന്നപ്പോൾ തന്നെ ശക്തമായിട്ട് ഞാൻ എതിർത്തു. അത് അലൗ ചെയ്തിട്ടിരുന്നില്ല. പക്ഷേ അതൊക്കെ ഇപ്പോൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പിന്നെ കുടിക്കാനുള്ള വെള്ളം പ്രൊവൈഡ് ചെയ്യുക, ഇങ്ങനത്തെ സൗകര്യങ്ങൾ, പിന്നെ അഥവാ ഡിസ്ലൊക്കേഷന് ക്ലിയർ ആയിട്ടുള്ള മെസ്സേജിങ് യാത്രക്കാർക്ക് അറിയിക്കുക. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് യാത്രക്കാർ എപ്പോഴും. അത് ഈ കാലഘട്ടത്തിൽ മൊത്തത്തിൽ, പ്രത്യേകിച്ച് ഒരു ഫ്ലൈറ്റ് നിന്ന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിരിച്ചു വന്നു, ടെക്നിക്കൽ ഹോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്ര ഇൻഫർമേഷൻ പലപ്പോഴും ആളുകൾക്ക് പാസ് ചെയ്യില്ല, ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല എയർപോർട്ടിൽ, ഇങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഘട്ടം ഘട്ടമായിട്ടെങ്കിലും ഇതൊക്കെ പരിഹരിച്ച് വരാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് കുറേ കൂടി സീരിയസ് ആയിട്ട് റെഗുലേറ്ററായ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇത് ഏറ്റെടുത്ത് നടപ്പാക്കണം. അത് പലപ്പോഴും അത് പോരായ്മകൾ ഉണ്ടാവുന്നുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂ പ്രത്യേകിച്ച് അവരോട് വളരെ സീരിയസ്നെസ് കൺവേ ചെയ്യണം. ഞാൻ ഈയിടെ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ ബെൽറ്റ് ഇട്ടോ എന്ന് പോലും പരിശോധിക്കുന്നില്ല. അവർ പ്രൈവറ്റ് എയർലൈനാണ്. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. പിന്നെ തുടക്കം മുതൽ, പ്ലെയിനിൽ കയറിയ മുതൽ വീഡിയോയിൽ സിനിമ കാണുന്ന ആളുകളുണ്ട്. ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൂട്ടിയിടണം എന്ന് അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞാലും അവരത് ചെയ്യുന്നില്ല. അത് വളരെ അപകട സാധ്യതയുള്ളൊരു കാര്യമാണ്. കാരണം കമ്മ്യൂണിക്കേഷൻസ് അത് ബാധിച്ചു കഴിഞ്ഞാൽ പൈലറ്റിന് കൺഫ്യൂഷൻ വരാം. പക്ഷേ അതിനേക്കാൾ ഉപരി ക്രൂ അത് കണ്ടാൽ പോലും ഒന്നും അവരെ അഡ്മോണിഷ് ചെയ്യാത്ത സ്ഥിതി. പിന്നെ നമുക്കറിയാം, ബെൽറ്റ് ഇട്ടിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ കംപ്ലീറ്റ് സ്റ്റേഷനറി ആയ ശേഷം മാത്രമേ ബെൽറ്റ് ഊരാവൂ. പ്ലെയിൻ ടച്ച് ഡൗൺ ചെയ്യുന്ന ഉടനെ തന്നെ ബെൽറ്റ് അഴിച്ച് കളയുന്നൊരു സ്വഭാവം. ഇത് അങ്ങേയറ്റ അപകടമാണ്. കാരണം ഏറ്റവും അധികം ഇഞ്ചുറി പറ്റുന്നത് അവസാനം സഡൻ ബ്രേക്ക് വേറൊരു പ്ലെയിൻ ക്രോസ് ചെയ്യാൻ വന്നാലാണ്. ഞാൻ ഈ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി യാത്രക്കാരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഈ അവസരത്തിൽ വേറൊരു അവസരം കിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ പറയുകയാണ്. പക്ഷേ താങ്കൾ പറഞ്ഞത് ശരിയാണ്. യാത്രക്കാരുടെ സംരക്ഷണത്തോടൊപ്പം തന്നെ അവരുടെ വെൽബീയിങ് നോക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ് ഡെസിഗ്നേറ്റഡ് ഏജൻസിയായ DGCയെ കൊണ്ട് അത് ചെയ്തതിന് ഷോർട്ട് ഫാൾ ഉണ്ടെങ്കിൽ അത് അവരുടെ കുറ്റം തന്നെയാണ്.